മുലപ്പാൽ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച ഏതെങ്കിലും ഒരു സുഡാപ്പികൾ ഈ ആയത്തിൽ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതേ ഞങ്ങൾ പലരും രാഗി കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പലരും കുറിയിട്ടിട്ടുണ്ട്. ഏതെങ്കിലും സുഡാപ്പികൾക്ക് ഞങ്ങൾ കുറിയിട്ടു എന്നതിന്റെ പേരിൽ വന്നാൽ അടിക്കുത്തരം മുറിപ്പത്തൽ പോലെ ഞങ്ങളും തിരിച്ചടിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ഇതൊരു പൊട്ടക്കിണറാണ്. ഇത് ആയത്തിൽ എന്ന് പറയുന്ന പൊട്ടക്കിണർ. ഇതുപോലെ നിരവധി പൊട്ടക്കിണറുണ്ട്. പള്ളിമുക്കിൽ ഒരു പൊട്ടക്കിണറുണ്ട്, കൂട്ടിക്കടയിൽ ഒരു പൊട്ടക്കിണറുണ്ട്. ബഹുമാനിയരെ, ഇന്ന് എന്നോടൊപ്പമുള്ളത് മുഖത്തല സ്വദേശിയായ അംബരീഷ് എന്ന് പറയുന്ന സഹോദരനാണ്. ഞങ്ങളിപ്പോൾ ആയത്തിൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന തൈക്കാവിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ വരുവാൻ കാരണം കഴിഞ്ഞ ദിവസം രാവിലെ ഏകദേശം ഇതേ സമയം ആയപ്പോൾ ഈ അംബരീഷ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് പോകുവാൻ വേണ്ടി ഈ ആയത്തിൽ ജംഗ്ഷനിൽ ബസ്സിൽ വന്നിറങ്ങുകയും ഈ ആയത്തിൽ ജംഗ്ഷനിലെ ബൈപ്പാസിലെ സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ഈ തൈക്കാവിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തു. ഈ തൈക്കാവിന് മുന്നിലേക്ക് ഈ അംബരീഷ് എന്ന് പറയുന്ന സഹോദരൻ എത്തിയപ്പോൾ ഈ പള്ളിക്ക് മുന്നിലായി നിന്ന 5ഓളം വരുന്ന സുഡാപ്പികൾ ഈ അംബരീഷിൻ്റെ കയ്യിൽ രാഗി ബന്ധിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇട്ടിരുന്നു. രാഗിയും കെട്ടി ചരടും കെട്ടി നീ എങ്ങോട്ടാടാ പോകുന്നത് സംഗി എന്ന് വിളിച്ചുകൊണ്ട്, കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വിളിച്ചുകൊണ്ട് അതിമൃഗീയമായിട്ടാണ് ഈ അംബരീഷ് എന്ന് പറയുന്ന ഈ സഹോദരനെ ഇന്നലെ ഇവിടെ വെച്ച് ഉപദ്രവിച്ചത്. ഈ അംബരീഷ് എന്ന് പറയുന്ന സഹോദരൻ ജന്മനാൽ തന്നെ ഒരു ഹൃദ്രോഗിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ 2 വാൽവുകൾ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയായ ഒരു സഹോദരനാണ് ഈ അംബരീഷ് എന്ന് പറയുന്ന സഹോദരൻ. ഈ സഹോദരൻ ഒരു രാഗി കെട്ടി എന്നതിൻ്റെ പേരിൽ, ഒരു കുറിയിട്ടു എന്നതിൻ്റെ പേരിലാണ് ഈ പള്ളിക്ക് മുന്നിലായി നിന്ന കുറേയധികം വരുന്ന സുഡാപ്പികൾ ഈ സഹോദരനെ ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഈ സഹോദരൻ ഇവിടെ വരണമെന്നും ഈ പള്ളിക്ക് മുന്നിൽ വരണമെന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അംബരീഷ് എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ എത്തിയത്. ഞങ്ങൾ ഇവിടുത്തെ സുഡാപ്പികളെ വെല്ലുവിളിക്കുന്നു. ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച ഏതെങ്കിലും ഒരു സുഡാപ്പികൾ ഈ ആയത്തിൽ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതേ അംബരീഷ്, നിങ്ങൾ ഇന്നലെ രാഗി കെട്ടിയതിന്റെ പേരിൽ, കുറിയിട്ടതിന്റെ പേരിൽ നിങ്ങൾ ഉപദ്രവിച്ച അതേ അംബരീഷ് ഈ പള്ളിയുടെ മുന്നിൽ, ആയത്തിൽ ജംഗ്ഷനിലെ പള്ളിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഏതെങ്കിലും സുഡാപ്പികൾ, ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച ഏതെങ്കിലും സുഡാപ്പികൾ ഈ ആയത്തിൽ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ പലരും രാഗി കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പലരും കുറിയിട്ടിട്ടുണ്ട്. ഏതെങ്കിലും സുഡാപ്പികൾക്ക് ഞങ്ങൾ കുറിയിട്ടു എന്നതിന്റെ പേരിൽ, ഞങ്ങൾ രാഗി കെട്ടി എന്നതിന്റെ പേരിൽ ഈ പള്ളിക്ക് മുന്നിൽ വന്ന് ഞങ്ങളുടെ ശരീരത്ത് ഒരു പൂഴിമണ്ണ് നുള്ളിയിടുവാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ സുഡാപ്പികളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് വരാം. നിങ്ങൾ ആരുടെ ധൈര്യത്തിലാ ഈ ആയത്തിൽ എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടുത്തെ സുഡാപ്പികളുടെ ബാപ്പമാർക്ക് അച്ചാരം കിട്ടിയതല്ല. അതുകൊണ്ട് ഈ ആയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവർക്കും വന്നു പോകാം. അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം അനുസരിച്ച് ചരട് ധരിക്കുന്നവർക്ക് ചരട് ധരിക്കാം, കുറിയിടേണ്ടവർക്ക് കുറിയിടാം. നിങ്ങൾ ആരുടെ ധൈര്യത്തിലാ? നിങ്ങൾ ഒരു പക്ഷേ ഇവിടുത്തെ MLA ധൈര്യത്തിലായിരിക്കും. പകല് മുഴുവൻ മതേതരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായ ഇവിടെ വിലസുന്ന MLA രാത്രി ഇത്തരത്തിൽ ഇവിടുത്തെ സുഡാപ്പികൾക്കും ഇവിടുത്തെ മതതീവ്രവാദികൾക്കും വേണ്ടി കുട പിടിക്കുന്ന ഇവിടുത്തെ MLA ആയ നൌഷാദിന്റെ ധൈര്യത്തിലാണ് ഇത്തരത്തിൽ BJP-ക്കാരുടെ തോളിൽ, അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ഇതുപോലെ രാഗി കെട്ടി വന്ന പ്രവർത്തകന്മാരുടെ തോളിൽ പ്രവേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് പിണറായി വിജയന്റെ പോലീസിന് അതുക്കുമൊക്കെ മേലെ NIA-യുടെ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. NIA-യുടെ ചുണക്കുട്ടന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ തീവ്രവാദ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് NIA ഉദ്യോഗസ്ഥന്മാർ ഈ കൊല്ലം ജില്ലയിൽ ഈ പ്രദേശത്തുമൊക്കെ തന്നെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് വന്നു പോയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ NIA നിരീക്ഷണത്തിലാണ്. തീവ്രവാദ ബന്ധവുമായുള്ള അന്വേഷണത്തിൽ നിങ്ങളൊക്കെ തന്നെ NIA നിരീക്ഷണത്തിലാണ്. ഈ MLA ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നു എന്ന് പ്രകസനം കാണിക്കുന്ന ഇരവിപുരത്തിന്റെ MLA അന്വേഷണ നിരീക്ഷണത്തിലാണ്. അദ്ദേഹം മെഡിസിറ്റിയുടെ പരിസരത്തായിട്ട് വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമികളുടെ സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യകെട്ടിയ ആളാണെന്ന് രാജ്യം ഭരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ രാജ്യകെട്ടിയ ആളാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇതേ രാജ്യകെട്ടിയ ആളാണ്. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഇതേ രാജ്യകെട്ടിയ ആളാണ്. ഈ ആയത്തിൽ ജംഗ്ഷനിൽ രാജ്യകെട്ടി എന്നതിന്റെ പേരിൽ ഇനി ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുവാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ BJPയുടെ ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഏതെങ്കിലും BJPക്കാരനെ, ഏതെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകന്മാരെ ഇവിടുത്തെ തുടാപ്പികൾ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ മുന്നോട്ട് വന്നാൽ അടിക്കുത്തരം മുറിപ്പത്തൽ പോലെ ഞങ്ങളും തിരിച്ചടിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ഇതൊരു പൊട്ടക്കിണറാണ്. ഇത് ആയത്തിൽ എന്ന് പറയുന്ന പൊട്ടക്കിണർ. ഇതുപോലെ നിരവധി പൊട്ടക്കിണറുണ്ട്. പള്ളിമുക്കിൽ ഒരു പൊട്ടക്കിണറുണ്ട്, കൂട്ടിക്കടയിൽ ഒരു പൊട്ടക്കിണറുണ്ട്. പക്ഷേ ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഓടിയിടുന്ന ഇവിടുത്തെ സുഡാപ്പികൾ ഒന്ന് മനസ്സിലാക്കണം, ഈ പൊട്ടക്കിണറ്റിന് ചുറ്റും മഹാനദികൾ ഒഴുകുന്നുണ്ട്. ആ മഹാനദികളുടെ ദിശയൊന്ന് തിരിച്ചുവിട്ടാൽ അതിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പോകുന്നതാണ് നിങ്ങളുടെ ഈ പൊട്ടക്കിണറുകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇത് അവസാനമായി പറയുന്ന താക്കീതാണ്. ഞങ്ങൾ ഇതേ പള്ളിയുടെ മുന്നിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് സുഡാപ്പികൾ ഞങ്ങളുടെ പ്രിയനായ ഈ സഹോദരനെ, ഹൃദ്രോഗിയായ 2 വാൽവുകളുടെ ഓപ്പറേഷൻ നടത്തിയ ഈ സഹോദരനെ മർദ്ദിച്ചത്. ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും സുഡാപ്പികൾ ഉണ്ടെങ്കിൽ ഈ പള്ളിയുടെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു താക്കീതായി കാണണം. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഈ IT എന്ന് പറയുന്ന പ്രദേശം ഒരു സംഘർഷ ഭൂമിയാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുമായി നമ്മൾ പൊരുതുകയാണ്. അതുകൊണ്ട് സംഘർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സമന്വയമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സുഡാപ്പികളുടെ അടി വാങ്ങി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അടിക്ക് ഉത്തരം അടി തന്നെ. അത് ഏത് തലത്തിൽ പോകണമെങ്കിലും ഞങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ അംബരീഷിനെ ഉപദ്രവിച്ചവർക്കെതിരെ ബഹുമാനായ ഇരവിപുരം SHOയ്ക്ക് ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സത്യസന്ധമായി അന്വേഷിക്കണം, നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തണം. ഇദ്ദേഹത്തെ, ഈ സാധാരണക്കാരനായ പാവപ്പെട്ട ഈ അംബരീഷ് എന്ന് പറയുന്ന ഹൃദ്രോഗിയെ മൃഗീയമായി അടിച്ച ഇവിടുത്തെ സുഡാപ്പികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ നടപടികൾ സ്വീകരിക്കുവാൻ ഇവിടുത്തെ BJP പ്രവർത്തകർ, ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ തയ്യാറാകേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.